ഹായ് വിഷ്ണു കൊച്ചിക്കാരനാണ്. അപ്പോൾ പറയാനുള്ളത് 27-ാം തീയതി എമ്പുരാൻ റിലീസാണ്. കുറച്ച് ദിവസമായിട്ട് ആലൻ ജോസ് പേരുടെ ഉറക്കമില്ല. അതെന്താ കാര്യം എന്ന് വെച്ചപ്പോൾ പറയണേ പുള്ളി ഞെട്ടി ഉണരുകയാണ്. എമ്പുരാൻ റിലീസായോ അങ്ങനെ ടിക്കറ്റ് ഉണ്ടോ അതെ ടിക്കറ്റ് ഉണ്ടോ ഓപ്പൺ ആണോ ഇതൊക്കെയാണ് ഇവൻ സ്വപ്നത്തിൽ ഇങ്ങനെ ചോദിക്കണത്. ലാലേട്ടനെ കാണാൻ പറ്റുമോ? ഇവൻ ഇങ്ങനെ ഉറക്കപ്പിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ പേടിയാണ്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ പടം ഒന്ന് റിലീസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പടത്തിനെ കുറിച്ച് 2 വാക്ക് പെരേര ചേട്ടൻ പറയാൻ കൊള്ളാമായിരുന്നു. അപ്പോ ലൂസിഫർ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം നമ്മുടെ സാനിയ ഈയപ്പൻ നമ്മുടെ മഞ്ജു വാര്യർ ചേച്ചി, പിന്നെ രാജു ഏട്ടൻ, ലാലേട്ടൻ എന്നിവർ അഭിനയിക്കുന്ന മെഗാ മാസ് ത്രില്ലർ മൂവിയാണ് എമ്പുരാൻ എന്ന സിനിമ. അത് നാളെ വേൾഡ് വൈഡായിട്ട് പാൻ ഇന്ത്യൻ റിലീസാണ്. കാരണം ഇതിൻ്റെ ഓരോ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചറിയാം, തമിഴിലും ഇംഗ്ലീഷ്, തെലുങ്ക് അന്യഭാഷയിലാണ് ഇൻ്റർവ്യൂവിലും കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് തീർത്തും എന്താണ് ആ സിനിമയെന്ന് കാണാനുള്ളൊരു ആകാംക്ഷയാണ്. നാളെ മലയാളി താങ്കൾ സിനിമ കാണുമോ? കാരണം ഇത്രയും വലിയൊരു ഹൈപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മലയാളി താങ്കൾ എമ്പുരാൻ നാളെ തിയേറ്ററിൽ പോയി കാണുമോ? പലർക്കും ടിക്കറ്റ് കിട്ടണില്ല എന്ന് പറയുന്നത്, അവരോട് എന്താ പറയാനുള്ളത്? പിന്നെ കോമിക് കളിക്കാനായിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായി പോകും. ഇത്രയും നല്ല സിനിമയാണ്, ആരും കോമിക് ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് വനിതയിലേക്കൊന്നും പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വെറുതെ ഒരു പരിഹാസപാത്രമായി വരരുത്. അങ്ങനെ പറഞ്ഞേ അങ്ങനെ ഒരു വർത്തമാനം. കാരണം വലിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ കോമിക് കഥാപാത്രം വരും. കോമിക് കളിച്ചല്ലേ താൻ ഇവിടം വരെ എത്തിയത്. പിന്നെ താങ്കൾ അങ്ങനെ വനിതാ വനിത അത് വേറെ കേസുണ്ട്. വനിതയിൽ വേറെ പുതിയ ആൾക്കാർ താരോദയം ചെയ്യരുതെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുതിയൊരാൾ വളർന്നു വരരുത് അല്ലേ? വളർന്നല്ലോ. കാരണം എന്താ പറയാ, ഇതുകൊണ്ട് കോമിക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു 10 രൂപ കിട്ടിയാൽ കൊള്ളാം. പക്ഷെ ഇത് വെറുതെ വന്ന് കോമിക്ക് കാണിക്കുന്നതും ഒരു പിച്ചക്കാരൻ ഇമേജ് കിട്ടുന്നതും നല്ല രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തുടങ്ങിയേക്കണത്. എല്ലാവരും പാവങ്ങളാ. പക്ഷേ ഇങ്ങനെ തിയേറ്റർ റിലീസ് ദിവസം വന്ന് നമ്മൾ ചെയ്ത പരിപാടി ആവർത്തിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പോലും പല തിയേറ്ററിലും പോകാൻ ബുദ്ധിമുട്ട്. നീ കാണിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പരിപാടികളിലൊക്കെ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വനിതാ തിയേറ്ററിലൊക്കെ പോകൊക്കെ പരമാവധി സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മൾ അഭിനയിക്കുന്ന പടങ്ങളുണ്ടല്ലോ, അത് ചേട്ടാ റിലീസ് ദിവസം മാന്യമായിട്ട് എന്തായാലും പോയി കാണും, ഒരു ഒച്ചപ്പാടും അല്ലാണ്ട് ഈ വിവാദങ്ങളെ പറ്റി നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷേ എന്തായാലും നാളെ എമ്പുരാൻ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു ഓളം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓർക്കാം. ഫാൻസുകാരൊക്കെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് മോഹൻലാൽ എന്ന അതുല്യ നടനെ കാണാനായിട്ട്. താങ്കൾ എവിടെയാണ് പോകുന്നതെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, അത് പറയുന്നുണ്ടോ? അത് പുറത്തോട്ടുണ്ടോ? ഞാൻ പോകുന്ന സ്ഥലമൊന്നും റിവീൽ ചെയ്യുന്നില്ല. ഷോ കാണുമെന്ന് ഉറപ്പാണോ? ഞാനൊരു 1-2 ഷോ കഴിയുമ്പോഴേ കയറുള്ളൂ, അറിയില്ല. ടിക്കറ്റ് ബുക്ക് മൈ ഷോയില്ലല്ലോ, എന്നാലും നോക്കട്ടെ. അണ്ണൻ എവിടെ പോകണമെന്ന് അറിയാമോ? ആറട്ടണ്ണൻ അണ്ണൻ ചിലപ്പോൾ പത്മയിലായിരിക്കും പോകണം. പത്മയിലായിരിക്കും. വനിതാ തിയേറ്ററിൽ പോകുന്ന പുള്ളി പറഞ്ഞ അണ്ണൻ അതേപോലെ പത്മയിൽ പോകുള്ളൂ. ചെറിയൊരു വെല്ലുവിളി പുള്ളി നടത്തിയിട്ടുണ്ട്. ഇവൻ പറഞ്ഞ് ഷാണൈസിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞ് പുള്ളി വേറെ തിയേറ്ററിൽ പോയിട്ടുണ്ട്. പുള്ളി ബാംഗ്ലൂർ പോകണമെന്നാണ് പറഞ്ഞു. ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോകും. അപ്പൊ ഏതായാലും എമ്പുരാന്റെ അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, നിനക്ക് കേട്ടതിന്റെ കുഴപ്പമില്ല. അണ്ണൻ പറഞ്ഞു, നീ പറഞ്ഞു ഞാനല്ല പറഞ്ഞു, അടിപൊളിയൊക്കെയാണ് നീ പറഞ്ഞു ഷാണൈസിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. അണ്ണനെ ആരടിക്കാനടാ പുള്ളി ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അല്ലേ? അതെ ഞാൻ പറഞ്ഞിട്ടില്ല, അണ്ണനാണ്. നിനക്ക് ഈ അണ്ണൻ പോകുന്ന സ്ഥലം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും ഫാൻസുകാർ വല്ല പൈസ തരാറുണ്ട്? എനിക്ക് അലൻ ജോസ് പെരേര തരാറുണ്ട്. പിന്നെ ഞാൻ ശരിക്കും എന്നെ ചോദിക്കാനുള്ള പൈസ എൻ്റെ ഇല്ല. അതെ അപ്പൊ വേറെ ഒന്നുമല്ല. ഇപ്പൊ താങ്കളിപ്പോ ഏത് തിയേറ്ററിലാണ് പോയത് പറയാ? താങ്കൾ പേടിച്ചിട്ടാണല്ലോ പറയാത്തത്? അത് ഞാൻ പറയത്തില്ല. പേടിയുണ്ടാ? അതുപോലെ നീ ഇപ്പൊ അതല്ല, ഇപ്പൊ താങ്കൾ പറയാത്തത് എന്തുകൊണ്ടാ? പേടിച്ചിട്ടാണോ? നമ്മൾ ലാലേട്ടനെ ജന്മം മുതലേ കാണുന്നു. അത് ശരിയല്ല, ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. താങ്കൾ ഇപ്പൊ എന്താ സ്ഥലം പറയാത്തെന്നാണ് ഞാൻ ചോദിച്ചത്. സ്ഥലം പറയാത്തത് നമുക്ക് ഒരു ധൈര്യക്കുറവുള്ളതുകൊണ്ടായിരിക്കാം. അതിനാണ് പേടിയെന്ന് ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞത്. പേടിക്കേണ്ട ഒരു കാര്യമില്ല, സിനിമ കാണാൻ പോണേന്. അല്ലാണ്ട് നമ്മള് മറ്റേ ഇപ്പോ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ചിലപ്പോൾ വെള്ളയിട്ട് പോകാം, വെള്ള ഷർട്ടും വെള്ളം കൊണ്ടെടുത്ത് പോകാം, അല്ലെങ്കിൽ കറുത്ത ഷർട്ടും വെള്ളം കൊണ്ടെടുത്ത് പോകാം. അതൊക്കെ അവരോട് വ്യക്തിപരം. ഒരിക്കലും കോമിക്കായിട്ട് പറയൂ, അവസ്ഥ ധാരണത്തിന് പറയൂ. നമ്മൾക്കൊരു ധാരണ ഉണ്ടാവില്ല, നാളെ രാവിലെ പോകുമ്പോ ഇന്ന ഡ്രസ് കഥാപാത്രത്തിനനുസരിച്ചാ പോണം. അല്ലാണ്ട് ഈ ഗോഷ്ടി കാണിച്ച് ചെയ്യുന്നതോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം തിയേറ്ററിൽ നാളെ
മാന്യമായിട്ട് ഒരു ദിവസം കടന്നു പോകണമെന്ന് എനിക്ക് ഒരാഗ്രഹം. പക്ഷേ താങ്കൾ ഗോഷ്ടി കാണിച്ചാണ് ഇതിവിടം വരെ എത്തിയത്, അതുകൂടി പറയണം പറയുമ്പോ അല്ലേ. പക്ഷേ ഇത്രയും നാളെ തിയേറ്ററിൽ ഇല്ലാത്ത ഓളം നാളെ തിയേറ്ററിൽ പടം റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവും എന്തെങ്കിലും ട്രോൾ മെറ്റീരിയൽ കണ്ടന്റുകൾ വരും. വേറൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളുടെ പടം മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് ശരിയാണോ? എൻ്റെ ഒരു പടം ബാഡ് ബോയ്സ്, ഞാൻ ചെറിയ റോൾ ചെയ്ത പടം 2 ദിവസം ഗ്യാപ്പ്. എത്ര ദിവസം എന്നാണ് റിലീസ് പറയാൻ പറ്റുമോ? കാരണം ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്തായാലും യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് മാർച്ച് 31 തീയതിക്കുള്ളിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. യൂട്യൂബിലാണോ അതോ OTT-ലാണോ ഇറങ്ങുന്നത്? അല്ല, യൂട്യൂബിൽ അപ്ഡേറ്റ് വരുന്നത്. OTT-ൽ റിലീസ് ചെയ്യും, മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലും. സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, കൺഫ്യൂഷനാണ്. മനോരമയിലും ഏഷ്യാനെറ്റിലായിട്ട് ചർച്ചയുണ്ട്. എന്തായാലും മാർച്ച് 31 പടം OTT എത്തും. എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന മലയാളികൾ സിനിമ കണ്ട് വിജയിപ്പിക്കണം. പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമ കൊണ്ട് മലയാളികൾ എല്ലാവരും കയറി കാണും. ലാലേട്ടന്റെ സിനിമ എന്തായാലും ലാലേട്ടന്റെ സിനിമ മാത്രമല്ല, ലാലേട്ടന്റെ ലൂസിഫർ എങ്ങനെയുണ്ടാവും? ഹൈപ്പ് ഉണ്ട് ഈ പടത്തിന്. ലൂസിഫർ എങ്ങനെയുണ്ടാവും? അതും അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോകുന്ന. എന്തായിരുന്നു അതിന്റെ മെസ്സേജ്? അല്ല, മെസ്സേജ് എന്ന് പറയുന്നതല്ല, നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ത്രില്ലറായിരുന്നു. കാരണം ലൂസിഫറിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയതാണ്, പക്ഷെ എംപുരാന്റെ ലൊക്കേഷനിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനെപ്പറ്റി ഞാൻ പറയാം. കാരണം ലൂസിഫറിന്റെ ലൊക്കേഷനിൽ ഇപ്പൊ ബൈജോട്ടാണെങ്കിലും രാജുവേട്ടാണെങ്കിലും നേരിട്ട് ഞാൻ കാണാൻ പറ്റി. വലിയ സംസാരിച്ചത് ബൈജോട്ടനോടാണ്. DD ഇല്ല, ലൂസിഫറിന്റെ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആദ്യത്തെ പടത്തിൽ ഞാൻ രണ്ടാമത്തേലുണ്ട്. നീയാ പൈനാപ്പിളായിട്ട് മാറിട്ടുവാ ഞാൻ പോയായിരുന്നു വിളിക്കണത്. ഇത്ര ഫെയിം ഉണ്ടായിട്ടോ? ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണതിന് കുഴപ്പമല്ലേ? ഞാൻ എത്ര ഫസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചാൽ ഞാൻ പോകും. കാരണം ജീവിക്കാൻ പറ്റൂല. നീ ചിരിക്കാണ്ട് പറ, ചിരിക്കാണ്ട് പറ. ലാലന്റെ ഫസ്റ്റ് എന്താ പറയാ 100 കോടി ക്ലബ്ബ് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുലിമുരുകനില് ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് നിന്നിട്ടുണ്ട് പുള്ളി. മാസ്റ്റർ അല്ലടാ, ഫൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ലാസ്റ്റ് ഫൈറ്റില് ഞാൻ കണ്ടില്ല. നീ കാണണ്ട, നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ കാണാത്ത പലതും ഉണ്ട്. എന്തായാലും നമ്മള് പല ലൊക്കേഷനിലും പോകുമ്പോൾ പുതുമുഖങ്ങളുടെ പടങ്ങളിൽ നമ്മൾക്ക് അവസരമുണ്ട്. പക്ഷേ വലിയ വലിയ ഡയറക്ടർമാരുടെ പടങ്ങളിൽ പോകുമ്പോൾ നാള് വലിയ പടങ്ങൾക്ക് മെഗാസ്റ്റാറിന്റെ പടത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് മാറാൻ പറഞ്ഞു. ക്രൗഡിൽ നിൽക്കാൻ പാടില്ല, എനിക്ക് ഫെയിം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. ഞാനതല്ല ആലോചിക്കണം. ഇത്ര ഇതായിട്ട് ഇവൻ നാളെ ഏത് സിനിമ തിയേറ്ററിലാണ് പോണേന്ന് പറയണില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതെന്താ കാര്യം പേടിച്ചിട്ടുള്ള ഫാൻസാര് പൊതിയൂന്നറിയാം. അത് പേടിയുണ്ടോ നിനക്ക്? ഫാൻസാര് പൊതിയുന്നു ഞങ്ങളുടെ ഭാഷയിൽ എടി കിട്ടാണ്ടിരിക്കാനായിട്ട് ഓരോന്ന് പറയാണ്ടിരുന്നാ പോരെ. നമ്മ പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. ലാലേട്ടനെ പറ്റിയോ പിന്നെ ഇവനെന്തിനാ പേടിക്കണ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ലാലേട്ടനെ പറ്റി ഒരു വാക്ക് നമ്മൾ നല്ലല്ലേ പറയണല്ലോ, പടം കാണുമെന്നല്ലേ പറയണത്. അപ്പോൾ നാളെ എംപുരാൻ റിലീസാണ്. പറ്റുക തിയേറ്ററിൽ പോയി കാണുക കുടുംബസമേതം. നല്ലൊരു സിനിമയാണ്, നല്ലൊരു ഫാമിലി ത്രില്ലറാണ്, പൊളിറ്റിക്കൽ ഡ്രാമയാണ്, പിന്നെ ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. പിന്നെ ഒരു എംപുരാനായിട്ട് ഖുറേഷി എബ്രഹാമായിട്ട് മാറുന്ന ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഹൈപ്പുള്ള സിനിമയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടില്ല. ന്യൂസ് കേട്ടായിരുന്നു മറ്റേ തിരിഞ്ഞു വന്നത്. റാമില് ചെയ്തായിരുന്നു. താങ്കളുടെ തലയാണെന്ന് പറയുന്നത് ഷെഡ്യൂൾ ബ്രേക്ക് ആണെന്ന് തോന്നുന്നു. അല്ല, ഇയാളുടെ തല മാത്രം ഒരു തല കാണിച്ചിട്ട് ഒരു സാധനം കാണിച്ചത് എഡിറ്റിംഗ് ആണോ? എഡിറ്റിംഗ് ആണോ? ഞാൻ വിചാരിച്ചു അതൊക്കെ പോട്ടെ. ഇതില് ഒരു കാര്യമുണ്ട്, ഈ എമ്പുരാൻ എന്നുള്ള മലയാളം പോസ്റ്റർ വരുന്നില്ല. അത് കണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? മലയാളത്തിൽ എമ്പുരാൻ എന്നുള്ള പോസ്റ്റർ ഇറങ്ങുന്നില്ല, ബാക്കി എല്ലാ ഭാഷയിലും ഇറങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പോസ്റ്റർ എമ്പുരാൻ എന്ന് എഴുതിയിട്ടുള്ള മലയാളം പോസ്റ്റർ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അതെന്താ കാരണം? പാൻ ഇന്ത്യൻ റിലീസ് ആയതുകൊണ്ട്. പാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളമൊക്കെ ഇന്ത്യ പെടുന്നല്ലോടാ. പിന്നെന്താ ചേട്ടൻ പറയും? എനിക്കറിയില്ല, അതാണ് ചോദിച്ചത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ അതിലെന്തെങ്കിലും എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാം കോഡാണല്ലോ, പൃഥ്വിരാജിന്റെ സിനിമകളിലെല്ലാം കോഡുകളുണ്ടല്ലോ. എന്തായാലും നാളെ റിലീസല്ലേ ചേട്ടാ, അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ എന്തായാലും ആ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് കാണാൻ പറ്റും, ആ പേര് കാണാൻ പറ്റുമെന്ന് തന്നെ പറയാം. അതെ, എമ്പുരാൻ എന്നുള്ളത് കാണാം. കാരണം ഇതില് കുറെ സസ്പെൻസ് എലമെന്റ്സ് പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും സസ്പെൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. ലാലേട്ടനൊപ്പം ആരൊക്കെയാണ് അഭിനയിക്കണെന്നൊന്നും പറഞ്ഞോട്ടെ. ഇപ്പൊ പറയണ്ട.
ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഹോളിവുഡ് ആർട്ടിസ്റ്റ്. ആരോ പേര് പറഞ്ഞിട്ട് മറ്റേ അറിയാണ്ട് പറഞ്ഞു പറയാനുണ്ട്, സസ്പെൻസ് പൊട്ടിപ്പോയി. ഏത് പറയണ്ട. അല്ല, ആ തിരിഞ്ഞു നിൽക്കുന്ന ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കാൻ വഴിയില്ല. നമ്മൾ ഇപ്പൊ വിചാരിച്ചിരിക്കുന്ന ഒരാളായിരിക്കില്ല. ആ പേര് പോലും നമ്മൾ പറയാൻ വന്ന പേര് ഇപ്പൊ മമ്മൂക്കയുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പില്ല. അത് പറയില്ല. സാധിക്കുന്ന പേരും പറയുന്നുണ്ട്. അതൊന്നും ആയിരിക്കില്ല, അതിനപ്പുറമായിരിക്കും. അത് നീ വരുമ്പോ കാണാം. നാളെ തിയേറ്ററിൽ പൊളിക്കുന്ന ഒരു സീനായിരിക്കും അത്. മനസ്സിലായില്ലേ? ലാലേട്ടന്റെ സിനിമാ ചരിത്രം സന്തോഷ് വർക്കടെയും അലിൻ ജോസ് പെരേരയുടെയും AI പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്ത് AI ടെക്നോളജി? ഏതായാലും ഒരു കാര്യം കാണാം, ഞങ്ങൾ ഏതായാലും എമ്പുരാന്റെ റിലീസിന് ഉണ്ടാവും. ഏത് തിയേറ്ററാണെന്ന് അലിൻ ജോസ് പെരേര ഇപ്പൊ പുറത്തു വിടുന്നില്ല. അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അതും ഒരു സസ്പെൻസ് ആയിട്ട്. എന്തായാലും എമ്പുരാൻ വേൾഡ് പറ്റാട്ട് നാളെ തിയേറ്ററിൽ എത്തുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ, മഞ്ജു വാര്യർ, ലാലേട്ടൻ, ബൈജു സന്തോഷ്, പിന്നെ അനീഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ കലാഭവൻ ഷാജൻ ചേട്ടൻ ഉണ്ട്. അതെങ്ങനെയാ പുള്ളിയുടെ വീഡിയോ ചോദിച്ചില്ലേ? അപ്പൊ നീ ഫസ്റ്റ് ഷോ കണ്ടിട്ടില്ല. ഇതിന്റെ ഫ്ലാഷ് ബാക്കിൽ എന്തെങ്കിലും പറയണ്ടോന്ന് അറിയാൻ പാടില്ല. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് പടത്തിൽ ഉണ്ടോ? ഉണ്ട്. പിന്നെ ബോളിവുഡിൽ നിന്ന് ഒരുപാട് താരങ്ങളുണ്ട്. പേര് ബൈജു ചേട്ടനുണ്ട്. ബൈജു ചേട്ടൻ പേര് ഞാൻ പറഞ്ഞു. പിന്നെ ആരാണല്ലോ, പിന്നെ ഹോളിവുഡിൽ നിന്നുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. സായികുമാർ ഏട്ടൻ ഉണ്ടാവും. ഉണ്ടാവും. പിന്നെ നന്ദു പൊതുവാൾ ഉണ്ടാവും. ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പിന്നെ ശിവാജി ഗുരുവായൂർ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? അറിയില്ല, അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പുള്ളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക്. കാരണം ഇതൊരു വലിയൊരു പടമാണ്. ക്യാരക്ടർ പോസ്റ്റർ തന്നെ ഒരുപാട് നമുക്ക് നിഗൂഢതകൾ പരത്തിയിട്ടുണ്ട്. എന്തായാലും പടം നാളെ തിയേറ്ററിൽ എത്തുമ്പോൾ ആൾക്കാർ മലയാളി താങ്കൾ എമ്പുരാൻ കാണുമോ ഇല്ലയോ ചോദ്യചിഹ്നമാണ്. അപ്പോൾ അത് ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് ഉണ്ട്. നാളെ തിയേറ്ററിൽ എന്തോരം പേര് വരുമെന്ന് നമുക്ക് നാളെ അറിയാം. കാരണം ഒരുപാട് മറ്റേ തിയേറ്റർ വിലക്കുകളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെയൊക്കെ മറികടന്ന് ഇപ്പോൾ തിയേറ്ററിൽ എമ്പുരാൻ നാളെ വരുമ്പോൾ പ്രേക്ഷകരെ നിങ്ങൾ പടം കാണുമോ? കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരുപാട് പടം കാണാണ്ടിരിക്കില്ലല്ലോ. എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. അവരെല്ലാവരും കാണും. നാളെ 6 മണി തൊട്ട് തിയേറ്റർ പൂരപ്പരമ്പാണ്. കാരണം നാളെ 6 മണിക്കാണ് റിലീസ്. അപ്പോൾ 6 മണിക്ക് ലാലേട്ടനെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ഷോയും ഫുള്ളാണെന്നാണ് കേട്ടത്. 55 കോടിക്ക് മുകളിലാണ് നാളത്തെ പ്രീ ബുക്കിംഗ് സെയിൽ തന്നെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം. എന്തായാലും ലാലേട്ടന്റെ എമ്പുരാൻ ഒരു 500,000 കോടി ക്ലബ്ബ് എന്തായാലും കയറും. നിങ്ങൾക്ക് എത്ര പറയാം? എത്ര കയറും? എനിക്കറിയില്ല. കാരണം ചെറിയായിട്ട് പറ, ഒരു റൂമറായിട്ട് പറ. 500 അല്ലെങ്കിൽ 1000 കോടി. എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ പടം നല്ല രീതിയിൽ. അത് മലയാള സിനിമയിലെ ഏറ്റവും നിങ്ങൾ പറ, ഒരു ചെറിയൊരു എമൗണ്ട് പറ. എത്ര എന്തായാലും ഒരു എന്താ പറയാ, ഒരു 400-500 കൂടുതലൊക്കെ പിടിക്കും. ആണല്ലേ? ഇത്രത്തോളം ഈ പടം ശ്രദ്ധിക്കപ്പെടാൻ എന്തായിരിക്കാം ഇവര് ചെയ്ത ടെക്നോളജി? ഈ പടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ടെക്നോളജി അല്ല, മേക്കിംഗ് സ്റ്റൈലാണ്. മേക്കിംഗ് മാത്രമല്ല, എന്താണിക്ക് ഇത്രയും പിന്നെ ഒരു ഖുറേഷി എന്ന് പറയുന്ന കഥാപാത്രം എന്താണെന്നുള്ളത് ഈ പടത്തിലാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ സിനിമ നിർത്തിവെക്കാൻ പോകുന്ന സാഹചര്യം വന്നായിരുന്നല്ലോ. മാർച്ച് 20 മുതൽ അന്തിമകാല സമരം എന്ന് പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ഇപ്പോ ഒന്നും കേൾക്കുന്നില്ലല്ലോ അതിനെപ്പറ്റി. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. ഒരു ബിസിനസ്സും കളഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രിക്കും പിടിച്ചേക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ലാലേട്ടൻ്റെ സിനിമാ ചരിത്രത്തിൽ ഇപ്പോൾ പുലിമുരുകൻ അങ്ങനെയുള്ള കുറേ സിനിമകൾ എടുത്താൽ, ലൂസിഫർ ഉൾപ്പെടെയുള്ള സിനിമകൾ എടുത്താൽ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും അത്. ഒരുപാട് പേര് ഇതിനെ നെഗറ്റീവായിട്ടും നെഗറ്റീവ് പറയുള്ളൂ ഒരുപാട് പേര് പറഞ്ഞ്. നെഗറ്റീവ് പറയുന്ന ഒരിക്കലും അത് അപ്പുറത്തെ ഫാൻസുകാരിൽ എല്ലാവരും നെഗറ്റീവ് പറയണം. ചെകുത്താനാണെങ്കിലും ആറാട്ടണ്ണാണെങ്കിലും പറയുന്നുണ്ട്. അണ്ണനും ആറാട്ടണ്ണനും ചെകുത്താനും പറയണം, അങ്ങനെയൊന്നും അല്ല ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാളം. എനിക്ക് ആറാട്ടണ്ണൻ ചെകുത്താനും എന്തിനും പറ്റുമോ നാളെ ഈ ഫാൻസുകാർ? അല്ല, അത് പറയാൻ പറ്റില്ല. അത് ഓരോരോ സാഹചര്യങ്ങൾ ഓരിക്കും. നമ്മളൊരിക്കലും നെഗറ്റീവ് ഒരിക്കലും ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് പൈസ തരാൻ നെഗറ്റീവ് പറയാൻ വേണ്ടി. അല്ല, നെഗറ്റീവ് നീ ഇപ്പൊ പറഞ്ഞാൽ പോലും ഇപ്പൊ നെഗറ്റീവ് നീ പറഞ്ഞു ഇടി കിട്ടണമല്ല. ആ പടം വിജയിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ എന്നേക്കുമായിട്ട് അവസാനിക്കും. അത് ഇടിയുടെ അല്ല, പിന്നെ ഇവന്റെ ഒരു വാക്കുപോലും കേൾക്കാൻ ആളുണ്ടാവില്ല. നമ്മൾ സിനിമ കണ്ടിട്ട് നല്ലതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അല്ലാണ്ട് ഇതിന് വേണ്ടി കച്ചകെട്ടി നെഗറ്റീവ് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വിഷയം എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു നടൻ്റെ മതം, അയാളുടെ പ്രായം, അയാളുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളുടെ എന്താ പറയുക
എന്താ ഇവരുടെ കോക്കസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സിനിമകൾ നടക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇത് സിനിമയാണ്, കലാകാരന്മാരാണ്. മമ്മൂക്ക ലാലേട്ടനൊക്കെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇത്രയും നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റ കാര്യം പറയട്ടെ, ഇവിടുത്തെ ഇപ്പോഴത്തെ നടന്മാർ നല്ല നല്ല നടന്മാരൊക്കെ തന്നെയാണ്. പക്ഷേ അവരെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് കയറി വന്നവരാണ് ഈ പറയുന്ന മമ്മൂക്ക ലാലേട്ടനും. അത് അവരുടെ ജീവിതം എടുത്തു നോക്കി അറിയാം. മമ്മൂക്കയിലെ ലാലേട്ടനും വായിൽ വെള്ളിക്കണ്ടിയായിട്ട് ജനിച്ചാൽ അല്ലെങ്കിൽ സ്വർണ്ണക്കണ്ടിയായിട്ട് ജനിച്ചവരൊന്നുമല്ല. അവർ കഷ്ടപ്പെട്ട് ഒരുപാട് തെറി കേട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അപകടങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്തിട്ടാണ് അവർ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഇത്രയും പ്രായമായി പോലും മലയാള ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുമാണ്. ഇവരെ തരം തിരിച്ച് പറയുന്നത് ഇപ്പോഴത്തെ കുറേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ ബിസിനസിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ മാഫിയോ മറ്റോ മറിച്ചോ ഒക്കെ മാറ്റി വയ്ക്കുക. സിനിമകളോട് നല്ലത് സംഭവിക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് മലയാള സിനിമയിൽ ഓരോ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്നത്. പ്രൊഡ്യൂസർമാരെ പറ്റിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എവിടെ എടുത്താലും എംപുരാന്റെ മാത്രം ചർച്ചകളുണ്ട്. പക്ഷേ അത് ബിസിനസ് എടോ, അതാണ് ബിസിനസ്. എംപുരാൻ ഓടിക്കോട്ടെ, വിജയിച്ചോട്ടെ, എനിക്ക് ഇപ്പൊ താൻ നാളെ അഭിനയിക്കുന്ന ഇപ്പൊ അലൻ ജോസ് അഭിനയിച്ച ഒരു പടം വലിയ സിനിമകൾ ഇറങ്ങിയിട്ടും ചർച്ച വന്നിട്ട്, പക്ഷെ ഇത് ഭയങ്കര ഒരു പബ്ലിസിറ്റി സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമ, കാരണം രാജുവേട്ടൻ എന്ന നടൻ പൃഥ്വിരാജ് സുകുമാരൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ടോക്കാണ്, ഞാനൊരു മലയാള സിനിമയില് അംബാസിഡറായിട്ട് ഞാൻ തന്നെ ഭരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന്. അല്ല, അങ്ങനെയല്ല പുള്ളി പറഞ്ഞു. പുള്ളിയുടെ ദീർഘവീക്ഷണം അത് പറയുന്നത്. അതായത് ഞാൻ ഇപ്പൊ ഇത്ര വയസ്സിൽ ഇതുവരെ നടനായിട്ട് വരുന്നു, അടുത്തത് ഞാൻ എൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, പുള്ളിയുടെ ഒരു പേരില് മലയാള സിനിമ നാളെ ചർച്ച ചെയ്യപ്പെടും, ചരിത്രമാവും. അതാണ് പറയുന്നത്. അതാണ് ഇലിമിനാലിറ്റി കാര്യങ്ങളൊക്കെ മാറ്റി തീർത്ത്. അയാളുടെ ദീർഘവീക്ഷണമാണ്. അയാളുടെ അച്ഛൻ ആരാണെന്ന് ചിന്തിച്ചാൽ മതി. സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകനാണ് അയാൾ. സുകുമാരൻ്റെ അഭിനയിക്കുന്നുണ്ട്. സുകുമാരൻ അയാൾ അസാധ്യ പറഞ്ഞല്ലേ. നമ്മള് നീ പഴയ സിനിമകൾ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ പഴയ സിനിമകൾ? എത്ര പടങ്ങളുണ്ട് CBI സീരീസ് ഒക്കെ പിന്നീട് വന്ന പടങ്ങളല്ലേ? പുള്ളി നായകനായിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടോ? പണ്ട് ഒരുപാട് സിനിമകളുണ്ട്, ഞാൻ നിനക്ക് അയച്ചു തരാം. സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി നായകനും വില്ലനുമായിട്ടൊക്കെ തകർത്ത് അഭിനയിച്ച സിനിമകളുണ്ട്. അവരുടെയൊക്കെ അഭിനയം കണ്ടുപഠിക്കേണ്ടതാണ്. നാച്ചുറൽ ആക്ടിംഗ് ആണ് പുള്ളിയുടെ. അതൊക്കെ അയച്ചു തരാം ഞാൻ. പടങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അല്ല, എന്നിട്ട് നടനാവാൻ നമുക്ക് നടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അല്ല, തമാശ പറഞ്ഞല്ല.